സ്വാദ് വയനാടിന്റെ വന്യതയിലൂടെ വന്യമായ രുചി തേടിയുള്ള യാത്രയിലാണ്. നിങ്ങൾ ഏവർക്കും സ്വാഗതം. ഞാൻ പതിഞ്ഞ് സംസാരിക്കുന്ന പറഞ്ഞാൽ ചുറ്റും ആനയും മറ്റ് വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. ഒരു പിടിയും കൊമ്പനും ഒക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാദ് തേടി വയനാടിൻ്റെ വന്യമായ രുചി തേടി ഇന്ന് നമ്മൾ പോകുന്നത് വയനാട് കുറിച്യാട് എന്ന് പറയുന്നുള്ള കാട്ടുനായ്ക്കരും മറ്റ് പണിയന്മാരും അടിയന്മാരും ഒക്കെ താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. അപ്പം ഈ വനപാതയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ചുറ്റും വന്യമൃഗങ്ങളൊക്കെയാണ്. ഇന്ന് എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ വേറിട്ടൊരു രുചിയും അതുപോലെ തന്നെ അവരുടെ ജീവിത രീതികളും എല്ലാം നിങ്ങൾക്ക് അടുത്ത് മനസ്സിലാക്കാൻ പറ്റും. എന്ത് റിസ്ക് എടുത്തും സ്വാദ് ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലെത്തിക്കും. നമ്മുടെ ക്രൂ അതിനുവേണ്ടി വളരെയധികം പരിശ്രമിക്കുകയാണ്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഓക്കെ, നമ്മളങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞാൽ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോഴത്തേക്ക് ആന വളരെ അടുത്തുണ്ടെന്ന്, ഒരു കൊമ്പനും പിടിയാണ് വളരെ അടുത്ത് കാണാവുന്നത്. ഏകദേശം ഒരു 20 മീറ്റർ ദൂരമേ ഉള്ളൂ. കാട്ടാനകളാണ്. ഒരു കൊമ്പനും ഒരു പിടിയാണ് അടുത്തുള്ളത്. വളരെ ശാന്തരായിട്ട് അവരൊന്ന് മേയുകയാണ്. തൈലം പുല്ലല്ലേ ചേട്ടാ, പുൽത്തൈലത്തിന്റെ പുല്ല്, അത് കഴിക്കാനായിട്ടാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും വളരെ ശാന്തരായിട്ട് നിൽക്കുകയാണ്. ഇവിടെ അടുത്തൊന്നും വേറെ ആനക്കൂട്ടത്തിനെ കാണാനില്ല. എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് വയനാടിന്റെ വന്യമായ മനോഹാരിതയും അതുപോലെ തന്നെ വേറിട്ട രുചിയും പരീക്ഷിക്കാനാണ് വയനാട്ടിൽ സ്വാദ് എത്തി നിൽക്കുന്നത്. കുറിച്യാടേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ആ പോകുന്ന വഴി വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം. അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കാണാൻ കഴിയും. എന്ത് സ്റ്റീപ്പാണെന്നൊക്കെ. ഇപ്പൊ അവിടെ ഒരു മരത്തടി വീണ് നടക്കുന്നത്. അതിന്റെ മുകളിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും കാണാം ഈ മനോഹര ദൃശ്യം. എൻജോയ് ഇറ്റ്. എന്റെ അമ്പി അടിപൊളി ഒരു യാത്രയ്ക്ക് ശേഷം കേട്ടോ. കാനന യാത്ര എന്ന് പറഞ്ഞ ഇതാണ്. നമ്മുടെ ഭ്രമരത്തിലൊക്കെ ലായേട്ടനൊക്കെ ജീപ്പ് ഓടിക്ക് വേണ്ട ഹരം ഇന്ന് മാത്രം ഉണ്ടെന്ന് ഇത് ഞാൻ അറിഞ്ഞു കേട്ടോ. 4 വീൽ ഡ്രൈവിന്റെയും ഐ ഗിയറിന്റെയും ഹനുമാൻ ഗിയറിന്റെയും ഒക്കെ സുഖം. അങ്ങനെ ഒരുപാട് നേരത്തെ വനയാത്രയ്ക്ക് ശേഷം ഞാൻ എത്തിയിരിക്കുന്നത് കുറിച്യാടാണ്. ഇനി അങ്ങോട്ട് വണ്ടിയൊന്നും പോകത്തില്ല. ഇനി ഏത് 4 വീൽ ഡ്രൈവായാലും അങ്ങോട്ട് പോകത്തില്ല. ഇപ്പോൾ കാട്ടുനായ്ക്കളുടെ ഒരു കോളനിയാണ് നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നത്. അവിടെ ആരും വെയിറ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ചെല്ലുക, അവരുടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കുക, എന്തെങ്കിലും കിട്ടുമെങ്കിൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരിക. ഇത്ര മാത്രമേ നടക്കുള്ളൂ.
അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെറിയൊരു കാട്ടുപാതയിലൂടെ ഇപ്പോൾ നമ്മളൊരു വയലിനടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. വയനാട്ടിലുള്ള നെൽകൃഷിയെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ താമസിക്കുന്നത്, അതായത് കാട്ടുനായ്ക്കരും ബാക്കിയുള്ള ട്രൈബൽസൊക്കെ താമസിക്കുന്ന ഏരിയ. ഇനി അങ്ങോട്ടുള്ള യാത്രയാണ്. ഈ മനോഹരം ഇതുപോലെ പച്ചപ്പും ഇതുപോലത്തെ ഒരു ഭൂപ്രകൃതി മറ്റൊരിടത്ത് കാണുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് യുണീക്കാണ്, ഇവിടെ മാത്രം കാണാൻ കഴിയുന്ന ഒരു മനോഹര ദൃശ്യമാണ്. അങ്ങോട്ടുള്ള യാത്ര തുടരുകയാണ്. രുചി തേടിയുള്ള സ്വാദ് തേടിയുള്ള യാത്ര. ഇപ്പോൾ കുറിച്യാട് കാട്ടുനായ്ക്കരുടെ ആ കോളനിയുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ പൂത്ത് നിൽക്കുന്ന മുളകൾ കണ്ടത് കേട്ടോ. ഈ മുളക്കൂട്ടം എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾ കൂടുമ്പോഴാണ് ഇത് പൂക്കുന്നത്. പൂത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് നശിച്ചു പോകും. പിന്നെ ഇതിൽ നിന്ന് വീഴുന്ന മുളയരി വീണ അതിന്റെ അടുത്ത ജനറേഷൻ മുളകൾ മുളച്ചു വരും കേട്ടോ. അപ്പോൾ ഈ കൂട്ടമല്ല പൂത്ത് കഴിഞ്ഞതാണ്. ഇനി ഇതെല്ലാം നശിച്ചു. ഇനി നമ്മൾ പതുക്കെ അവിടെ കോളനിയിലേക്ക് കയറുകയാണ്. അവിടെ ആരെങ്കിലും ഒക്കെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ഈ മുളയരിയൊക്കെ വെച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്ങാനും ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കിട്ടും. എന്തായാലും വരൂ. കാട്ടുവഴിയിലൂടെയും അതുപോലെ തന്നെ നല്ല വയലുകളിലൂടെയൊക്കെ ഞാനിപ്പോൾ കാട്ടുനായ്ക്കരുടെ ആവാസ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കാട്ടുനായ്ക്കർ അല്ലെങ്കിൽ ചോളനായ്ക്കർ അല്ലെങ്കിൽ തേൻകുറുമർ, ഇവരെ കാട്ടുനായ്ക്കറിനെ വിളിക്കുന്നതിന് കാരണം തന്നെ ഇവർ കാട്ടിലെ രാജാക്കന്മാരാണ്. കാരണം കാട്ടിലെ വനവിഭവങ്ങളൊക്കെ ശേഖരിച്ച് തന്നെയാണ് ഇവർ കുറെ നാൾ ഉപജീവനം നയിച്ചു വന്നത്. ഇപ്പോഴാണ് കൃഷിയും പിന്നെ അതുപോലെ തന്നെ കാലി വളർത്തലിലൊക്കെ ഇറങ്ങി തിരിച്ചത്. തേൻകുറുമറിന് ഇവരെ വിളിക്കുന്നതിന്റെ കാര്യം തേനൊക്കെ ശേഖരിച്ചുകൊണ്ട് വരുന്നതിൽ ഇവർ വളരെ വീരന്മാരാണ്. എന്ത് തന്നെയായാലും ഇവിടെ ഞാനൊരു ഭാഗ്യ പരീക്ഷണത്തിനാണ് കയറുന്നത്. ഇവരെ നമ്മൾ നേരത്തെ അറിയിച്ചിട്ടൊന്നുമില്ല. വരിക, വീട്ടിലേക്ക് കയറുക, എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുക, വല്ലതും കിട്ടുമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുക. ഇത്രേ നമുക്ക് പറ്റുള്ളൂ. എന്തായാലും ദൈവത്തിനെ വിളിച്ചുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാം. അപ്പൊ നിങ്ങളും എൻ്റെ കൂടെ കാണുമല്ലോ അല്ലേ? വളരെ റെയർ ആയിട്ടുള്ള, കിട്ടുന്നെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം തന്നെയായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ കാട്ടുനായ്ക്കരുടെ കോളനിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് ഒരു പ്രായം ചെന്ന അമ്മയെ കണ്ടു. ഭാഷയുടെ കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല, നമ്മൾ പറയുന്നതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുമെന്ന്. ഇവിടെ ഇരുന്നോട്ടോ. ഇവിടെ ഇരുന്നോ. അമ്മ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. പേരെന്താ? അമ്മയുടെ പേരെന്താ? കരിക്ക. രാവിലെ എന്ത് കഴിച്ചു? എനിക്ക് എന്ത് തരും ഉച്ചയ്ക്ക്? എനിക്ക് വിശക്കുന്നു. എന്തുണ്ടാക്കി തരും? ആരുമില്ല. നമുക്ക് വേറെ വീടുകളിലൊക്കെ നോക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടും. ഈ വടി പിടിച്ചോ. പോട്ടോ, പോയിട്ട് വരാം. അപ്പൊ മുളയരിയിട്ട് നമ്മളിന്ന് കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ മുളയരി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക, പാറ്റി എടുക്കുക. അല്ലേ അല്ലേ കുള്ളി ചേച്ചി? പേര് കുള്ളിന്നാ കേട്ടോ.
അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷവും തെരച്ചിലിന് ശേഷവും നമുക്ക് ഒരു വീട് കിട്ടി കേട്ടോ. ഇവിടെ നമ്മുടെ കുള്ളിച്ചേച്ചി, കരിക്ക് അമ്മയോട് ചോദിച്ചപ്പോൾ ഒരിടത്തും ആളില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മുടെ കുള്ളിച്ചേച്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുള്ളിച്ചേച്ചി മുളയരി അല്പം ശേഖരിച്ച് വെച്ചിരുന്നു കേട്ടോ. ഈ മുളയരി വെച്ച് നല്ല കഞ്ഞി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കഞ്ഞിയല്ലേ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മള്? എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കഞ്ഞി, കട്ടക്കഞ്ഞി എന്നാണ് ഇവിടെ അതിന് പറയുന്നത് കേട്ടോ. കട്ടക്കഞ്ഞി. അത് മുളയരി എന്ന് പറയുന്നത് വളരെ പാടാണ് ഈ മുളയരി കിട്ടാൻ. നമ്മൾ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷെ ഇവർക്കിപ്പോ ഇവിടെ അടുത്ത ഈ മുളയൊക്കെ പൂത്തത് വളരെ അടുത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വർഷങ്ങൾ കൂടുമ്പോഴാണ് പൂക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന അരി ഇവർ തന്നെ കുത്തി വെച്ചിരുന്നതാണ്. അപ്പൊ ഇവിടെ ഇവർ അല്പം ശേഖരിച്ച് വെച്ചിരുന്നതുകൊണ്ട് നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി നല്ല കഞ്ഞി ഉണ്ടാക്കി തരാൻ പോവുകയാണ്. ഇതിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ കുറെ പേര്, 1-2 മിടുക്കികളും മിടുക്കന്മാരും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുള്ളിച്ചേച്ചി, നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാം അല്ലെ. നമുക്ക് തുടങ്ങാം. ആദ്യം എന്താ ചെയ്യണം? ഇതിപ്പോ മുളയരി നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മുളയരി നല്ല ഈ ഗോതമ്പ് മണികൾ പോലെ ഇരിക്കും. മുളയരി എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മണികൾ പോലെ ഇരിക്കും. അത് നന്നായിട്ട് പാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇത് വെള്ളത്തിലിട്ട് വേവിക്കണം അല്ലേ? വെള്ളത്തിലിട്ട്. അപ്പൊ വേണ്ട, നമ്മളൊരു കല എടുത്തിട്ടുണ്ട്. ഇനി അത് വെള്ളത്തിലിട്ട് അതിന് വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് അതിലിട്ട് വേവിക്കണം. മുളകരച്ചുള്ള ചമ്മന്തിയൊക്കെയാണ് ഇതിന് കൂട്ടുന്നത്. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് നല്ലൊരു മുളയരി കഞ്ഞി ഉണ്ടാക്കാം. മുളയരി കഞ്ഞി ഉണ്ടാക്കാൻ നമ്മൾ വീട്ടിൽ കേൾക്കാറുണ്ട് കേട്ടോ. കാര്യം മുളയരി കഞ്ഞി ഷുഗർ ഉള്ളവർക്കും അല്ലേ, വയ്യാത്തവർക്കൊക്കെ നല്ലതല്ലേ മുളയരി, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ. മുളയരി പലതിനും നല്ലതായിട്ടാ. ഷുഗറിന്, പ്രഷറിന്, അങ്ങനെ ഒരുപാട് ഔഷധ മൂല്യം ഉള്ളതാണ്. ഇത് നമ്മൾ വെളിയിൽ വിപണിയിൽ മേടിക്കുമ്പോൾ ഒരുപാട് വിലയുണ്ട്. ഇവരുടെയൊക്കെ പേര് ചോദിക്കാം. ഇപ്പൊ മക്കളുടെയൊക്കെ പേരെന്താന്നൊക്കെ ഒന്ന് പറഞ്ഞേ. കുഞ്ഞുവാ, ഇദ്ദേഹത്തിന്റെ പേരെന്താ? ശ്രീജ. എത്രാം ക്ലാസ്സിലാ? 3-ലോ 4-ലോ? 4. ഇവിടെ പേരെന്താ? കാവ്യ. കാവ്യ മാധവനാണോ? കാവ്യ എത്രാം ക്ലാസ്സിലാ? 4. അവിടെ ഇങ്ങോട്ടോ കൊള്ളാം. എത്രയില്ല പേര്? എത്രയില്ല? എത്രാം ക്ലാസ്സിലാ? 3-ലോ? അപ്പൊ രതീഷ്, കാവ്യ, ശ്രീജ ഇവരൊക്കെ കുള്ളിച്ചേച്ചിയുടെ പാചകം കാണാൻ ഇവിടെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ മുളയരി ഇടും. അതിനുശേഷം കുള്ളിച്ചേച്ചി അധികം സംസാരിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയ ക്യാമറയുടെ മുമ്പിലൊക്കെ ഇരുത്തിയേക്കുന്നത് കേട്ടോ. മൈക്കൊന്നും കൂത്താൻ ആദ്യം സമ്മതിച്ചേ ഇല്ല, ചിരിച്ചോണ്ടിരിക്കുക എപ്പോഴും. അപ്പൊ നമ്മുടെ വെള്ളം ഇപ്പൊ തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മുളയരി ഇടാനുള്ള സമയമായിട്ടുണ്ട്. ചേച്ചി, മുളയരി ഇടാം? അപ്പൊ എന്തായാലും ചേച്ചിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനായിട്ട് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന സലീം ചേട്ടനെ തന്നെ ഞാൻ വിളിക്കണം. സലീം ചേട്ടാ, ഒന്ന് വരാമോ? നമ്മളൊന്ന് ചേച്ചിയായിട്ടുള്ള കാര്യങ്ങളൊന്ന് ചോദിക്കാനായിട്ട്. ഇവർ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഭാഷയാണ്, ലിപിയില്ലാത്ത ഭാഷ. സലീം ചേട്ടന് പക്ഷെ അത് ഉപയോഗിച്ചറിയാം. അപ്പൊ ചേട്ടാ, ഇതിപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ಇದು ಗಂಜಿ ಮಾಡಲ್ಲ അപ്പൊ ഇനി ചേട്ടാ ഇനി എന്താ ചെയ്യേണ്ടത്? അരി ഇതിലിട്ട് കഴുകണം. അരി കഴുകി എടുക്കുന്നതായിട്ടാ പറയുന്നത്. അപ്പൊ സാധാരണയായിട്ട് കഴിക്കുന്ന ഈ കാട്ടുകിഴങ്ങുകളൊക്കെ ഉപയോഗിക്കുമല്ലോ, കൂടുതൽ ഭക്ഷിക്കുന്നത്. അപ്പൊ നമ്മള് മുളയരി മുഴുവനായിട്ട് ആ കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വെന്ത് വരാനായിട്ടുള്ള സമയം. ഈ സാധാരണ അരിയെക്കാട്ടി വേവ് എടുക്കുമെന്ന് ചോദിക്കും കേട്ടോ. കൂടുതൽ വേവാണോ ഒന്ന്? അധികം കൂടുതൽ നേരം എത്ര സമയം എടുക്കുമെന്നൊന്ന് ചോദിക്കും കേട്ടോ. 10-15 മിനിറ്റ് മതിയോ? 15 എന്താ പറഞ്ഞേ? ഓ, കുറച്ചും കൂടെ അല്ലേ?
വളരെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പണ്ട് അതായത് ഇപ്പോഴും കുറച്ചു നാൾക്ക് മുമ്പ് ഒരു അയിത്തം അതുപോലെയുള്ളതൊക്കെ അല്ലേ, ഈ അടിയന്മാരെ ഒന്നും ഇങ്ങോട്ട് അടുപ്പിക്കത്തൊന്നുമില്ല. പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ അല്ലെ, കുറച്ചൊക്കെ അത് മാറി, ജനങ്ങളുമായിട്ടൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങി. സലീം ചേട്ടാ എത്ര നാളായിരുന്നു ഇവിടെ വന്ന് ഇവരുടെ ഈ ഭാഷയൊക്കെ എങ്ങനെയാ പഠിച്ചെടുത്തേ? വരാറുണ്ടല്ലേ? അത് ശരി. കാര്യം ഈ ഭാഷ പറയുന്ന കേൾക്കുമ്പോ നമുക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇത് കന്നഡയും മലയാളവും കൂടെ ചേർന്നതാണ്. നമ്മളിപ്പോ ഇവിടെ നിന്ന് കുറച്ചപ്പുറത്ത് ഒരു ചാല് കടന്നാല് കർണാടക ആയില്ലേ. അപ്പൊ ഇപ്പൊ നമ്മുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിടണ്ടേ? ഉപ്പുമാടി ഉപ്പുമാട് എന്താ പറഞ്ഞപ്പോ ഉപ്പുമാട് പാച്ചി ഇടത്തില്ലെന്നാ ഉപ്പ് ഇടുകയാണെന്ന് കേട്ടോ. ഉപ്പുമാട് പാച്ചി, ഉപ്പിടാൻ പോവുകയാണ്. ഇനി ആവശ്യത്തിന് കല്ലുപ്പൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതൊരു 10-20 മിനിറ്റ് സമയം എടുത്തു കേട്ടോ ഈ മുളയരി നന്നായിട്ട് വെന്ത് വരാൻ. അപ്പൊ കണ്ടുകൊണ്ടിരുന്ന വിഭവം നിങ്ങളാരും മറക്കണ്ട, മുളയരി കഞ്ഞിയാണ്. മുളയരി നമ്മൾ അതിന്റെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന്, അതായത് തൊട്ടടുപ്പുറത്ത് മുളയൊക്കെ ഇപ്പൊ പൂത്ത് നിൽക്കണം, അവിടെ നിന്ന് തന്നെ എടുത്ത് ഇവർ തന്നെ അത് കുത്തി കരുവാക്കി എല്ലാം റെഡിയാക്കി നമ്മളത് കഞ്ഞി വെച്ച് കുടിക്കാൻ പോവുകയാണ്. അപ്പൊ ചെയ്തു തരുന്നത് കുള്ളി ചേച്ചിയാണ്. നമ്മുടെ സഹായത്തിന് ട്രാൻസ്ലേറ്ററും കോർഡിനേറ്ററും ആയിട്ട് നമ്മുടെ സലീം ചേട്ടനും ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചെയ്തത് എവിടുന്ന കാട്ടുനായ്ക്കരുടെ വാസസ്ഥലത്ത് നിന്നാണ്. അവരെ കൊണ്ട് തന്നെ മുളയരി അവര് തന്നെ മുളയിൽ നിന്ന് കളക്ട് ചെയ്ത് അവര് തന്നെ അതിനെ പ്രിപ്പയർ ചെയ്തു. ഇപ്പൊ നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ച് കഴിക്കാൻ പോവാണ്. നിനക്ക് വേണോ? എന്താ നിനക്ക് വേണ്ടാത്ത? ശ്രീജയും കാവ്യല്ലേ? മുളയരി ആദ്യമായിട്ടോ ജീവിതത്തിൽ കഴിക്കുന്നത്, ആദ്യമായിട്ട് കഴിക്കുക. പുട്ട് പത്തിരിയൊക്കെ അല്ലേ? പുട്ട് പത്തിരിയൊക്കെ ഇത് പൊടിച്ച് എടുക്കാം കേട്ടോ. നമ്മള് സാധാരണ അരി കഴിക്കുന്നത് ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലേ, വേറൊരു ടേസ്റ്റ് ആണ്. പക്ഷെ ഒരുപാട് പോഷക ഗുണങ്ങളുള്ളല്ലേ അല്ലേ, ഒരുപാട് പോഷക ഗുണങ്ങളുള്ള കാര്യം. ഇപ്പൊ ഇവിടെ ചുറ്റുമുള്ള മുളകളൊന്നും ഈ അടുത്ത് ഇവരുടെ ചെറുപ്പകാലത്തിൽ ഇത് വലുതായി നിൽക്കുക. ഇപ്പോഴാണ് ഇത് പൂത്തത്. ഇനി പൂത്തതിന് ശേഷം ഇതെല്ലാം നശിച്ചു. അപ്പൊ വളരെ റെയറായിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോ ഇത്രയും ചെയ്തു തന്ന കുള്ളിച്ചേച്ചിക്ക് ഞാൻ ഇത് പഠിച്ചു വെച്ചാണല്ലോ, എന്താ പറഞ്ഞത്? ധർമ്മ മാട് ബേക്കു അല്ലെ, നന്ദിന്നല്ലേ? ധർമ്മ മാട് ബേക്കു. അപ്പൊ തിരിച്ചെന്ത് പറയും? അപ്പൊ ചോദിച്ചേ, ധർമ്മമാട് ബേക്കു. പോയിട്ട് വരുന്നതിന് എന്താ പറയുന്നത്? ഹോഗി ബർത്തിനി. പോയിട്ട് വരട്ടോ. അപ്പം കുള്ളിച്ചേച്ചി ഞാനും സലീം ചേട്ടനും കൂടെ തൽക്കാലം കാട്ടുനായ്ക്കരുടെ വാസസ്ഥലമായ കുറിച്ചാട് നിന്ന് വിട ചോദിക്കുകയാണ്. പക്ഷെ സ്വാദിന്റെ രുചി തേടിയുള്ള ഈ വന്യയാത്ര, വയനാട്ടിലുള്ള വന്യയാത്ര ഇവിടെ നിന്ന് തീരുന്നില്ല. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള കുറ്റങ്ങളും അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കാൻ ഒരു അഡ്രസ് ഉണ്ട്. ടു ദ പ്രൊഡ്യൂസർ സ്വാദ്, ജയ്ഹിന്ദ് TV, കരിമ്പൽ ആർക്കേഡ്, ഈസ്റ്റ് റോഡ്, ട്രിവാൻഡ്രം, ആൻഡ് swad@jayhindtv.in. അപ്പൊ തൽക്കാലം ഞാനും കുള്ളിച്ചേച്ചി സലീം ചേട്ടനും കൂടെ നിങ്ങൾക്ക് വിട പറയുകയാണ്. ഗുഡ് ബൈ പറഞ്ഞേ. ഗുഡ് ബൈ. Costume courtesy. Status Safalim Complex, Palayam, Trivandrum.